ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ അന്വേഷിക്കുന്ന SIT സംഘത്തിൽ പ്രതീക്ഷയർപ്പിച്ച ആക്ഷൻ കമ്മിറ്റി. DGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് സത്യം പുറത്തു കൊണ്ടുവരാനാകുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നു. +2 വിദ്യാർത്ഥിനി സൗജന്യയുടെ കൊലപാതകത്തെ തുടർന്ന് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയാണ് ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തലിലേക്ക് നയിച്ചത്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ചത് സൗജന്യ കൊലക്കേസ് തന്നെയാണ്. ആ കേസാണ് ഇതിനെല്ലാം വഴിത്തിരിവായത്. അതിനാണ് വലിയ കൂട്ടായ്മ രൂപപ്പെട്ടത്, ആക്ഷൻ കമ്മിറ്റി രൂപപ്പെട്ടത്. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനം വിപുലമായി ആരംഭിച്ചതുമൊക്കെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് സൗജന്യ ആ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്താണ്. എൻ്റെ കൂടെ ജയന്തുണ്ട്. ഈ സമരങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ ഒരാളായ ജയന്തുണ്ട്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളുള്ളത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തും വീട്ടിലുമാണ്. എങ്ങനെ കാണുന്നത്? സന്തോഷം അത് വന്നത്. സൗജന്യ ഒരു കൊച്ചിൻ്റെ ഇതിലാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അത് ഞങ്ങൾ ദൈവരൂപ്യാന്ന് അന്നോളെങ്കിൽ പറഞ്ഞോളാം. ദൈവരൂപ്പായിട്ട് നിൽക്കുന്നത്. ഇന്നല്ല മുമ്പിലെ കാലത്ത് എവിടെയെങ്കിലും ഇങ്ങനെ അത്യാಚಾരമായി കൊലയായി കാണാതെ ആവുന്ന പ്രശ്നം വരുമ്പം ഇത് ഇവിടെ വന്ന് പറഞ്ഞാൽ 100% ശരിയാവും. അത് ആ ഒരു ലെവൽ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ദേവീക്ഷേത്രം എന്നൊക്കെ പേരെന്ന് പറഞ്ഞ് അത് ഇതേപോലെ 1000 വർഷങ്ങൾ മുമ്പ് ഇതേപോലെ ഓരോ പ്രശ്നങ്ങളായിട്ടാണ് ഒരു ക്ഷേത്രം എന്ന് വന്നേക്കുന്നത്. അന്നേരം ഒരു 100 വർഷം കഴിയുമ്പോഴത്തേ അതിൻ്റെ തിരിഞ്ഞ് ഓരോ പേരുകൾ തിരിഞ്ഞിട്ടായിട്ട് ആ ഒരു വരുന്നത്. പിന്നെ അവിടുത്തെ വരുന്ന ആ ശക്തിനെ മണ്ഡലമെല്ലാം ഡിപ്പെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ഇപ്പം തന്നെ എത്രയോ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. അവളെന്ന് പറഞ്ഞ് ഞങ്ങൾ എത്രയോ കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട്. ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ സൗജന്യം മാത്രമല്ല, ഒരു ആത്മാവ് മാത്രമല്ല, ഇവിടെ എത്രയോ 1000 ആത്മാവുണ്ട് ഇതിൻ്റെ കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മതി ഇവിടെ. ഇനിയിപ്പം ഈ ദേശത്ത് തന്നെ ഇപ്പം കണ്ടില്ലേ, കർണാടക ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്, ഈ ധർമ്മസ്ഥലത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ എന്താ ലോകം അറിഞ്ഞില്ലയോ സൗജന്യം ആരെ എന്താന്ന്? അത് ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ മുമ്പിൽ വരുന്ന കാലത്ത്. എന്നാൽ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് കാനൂനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ലെവലിലെത്തി ഞങ്ങൾ. ഈ സൗജന്യ കേസിനകത്ത് എല്ലാ രീതിയിലും എല്ലാ ഓഫീസർമാരെയും എല്ലാം കോടതിയും കയറി ഇറങ്ങി മനസ്സിലായി എന്താ ഈ അധികാരികളുടെ അവസ്ഥ, എന്താ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ എന്താ. അതൊക്കെ അവരുടെ ലാഭത്തിന് മാത്രം, വേറെ ഒന്നല്ല. നല്ലത് ചെയ്യണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അത് ക്ലിയർ ആക്കണം എന്ന് പറഞ്ഞ് 100% ഇല്ല. എല്ലാം അവരുടെ ലാഭത്തിന്. രാജിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മന്ത്രിയായി, ഞാൻ ഇത് കൂട്ടിവെച്ച സമ്പത്ത് ഇനിയൊരുത്തെ അടിച്ചുകൊണ്ട് പോകരുത്, ഇനിയൊരുത്തെ കേസിടാൻ പാടില്ല, ഇങ്ങനെ ആയിട്ട് മക്കളെ കൊണ്ടുവരും MLA മന്ത്രിയായിട്ട്. ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബ പാരമ്പര്യം നിലനിൽക്കണം, അല്ലാതെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ലാസ്റ്റ് വരുന്ന ഇങ്ങനെയുള്ള ജീവങ്ങൾ പോയി കഴിയുമ്പോൾ അത് നമുക്ക് അറിയുന്ന ആത്മ ഉണ്ട്. അതൊക്കെ കൂടിക്കഴിഞ്ഞാൽ തന്നെ വലിയ ശക്തിയായിട്ട് തന്നെ നിലനിൽക്കുമെന്ന് ഞാൻ പറയുന്നിരിക്കുന്നു. അതായത് എത്ര വലിയ സത്യങ്ങളും കുഴിച്ചു മൂടപ്പെട്ടാൽ, ആഴത്തിൽ കുഴിച്ചു മൂട്ടാലും ഒരു ദിവസം പുറത്തു വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ സൗജന്യം അതിനൊരു നിമിത്തമായി, അങ്ങനെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? 100% സൗജന്യം പറഞ്ഞില്ലേ. ഇത് ഈ കൊച്ചു പോയത് വെളുപ്പിനെ കോളേജിൽ പോയതാ. ഇവിടെ വീട്ടിൽ പുത്തരി ഉണ്ടായിരുന്നു. പുത്തരി ആയതുകൊണ്ട് വൈകുന്നേരം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ അമ്പലത്തിൽ അവരുടെ അമ്പലമുണ്ട്, ദേവീക്ഷേത്രമുണ്ട്. അവൾ തന്നെയായിരുന്നു ഈ സൗജന്യമായിരുന്നു എല്ലാം പൂജയും കാര്യം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ ആ ഒരു ദേവീ രൂപത്തിൽ ഇവിടെ നിൽക്കുന്ന ഇപ്പം ഈ സൗജന്യം എന്ന് പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞ് ഇത്രയും കൊലകളെല്ലാം കൊന്ന് എത്രയോ കുഴിച്ചിട്ട് കഴിഞ്ഞ്, അല്ലേ, റെക്കോർഡ് ഇല്ലാതെ സമയത്ത് ചെയ്ത് കഴിഞ്ഞ്. അന്ന് ഇതെന്തോ ഇതൊരെണ്ണം നിൽക്കുന്നത് ഇത്ര വർഷം നിലയുന്നത്. അതിൻ്റെ കൂടെ മഹേഷ് തിമറുടെ എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് മട്ടൻ, ഇവരെല്ലാം ചേർന്ന് ഇതിനൊരു ശക്തിയായി. അതിപ്പം ഞങ്ങളെന്ന് പറഞ്ഞാൽ നേരിട്ട് കാര്യം പറയാം, ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ നിയമിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് സൗജന്യയുടെ അച്ഛൻ ഇന്നില്ല, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു, ദുരൂഹസാഹചര്യത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. കേസിലെ സാക്ഷികളെല്ലാം മരിച്ചിരിക്കുന്നു. എന്നിട്ടും സൗജന്യ കേസിൽ ഇപ്പോഴും വലിയ വഴിത്തിരിവ്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ഇത് പ്രധാനമായും അന്വേഷിക്കും, അല്ല ആ കേസ് എൻക്വയറി ചെയ്ത് വരുമ്പോഴത്തേന് ഇതും അതിനകത്ത് ചേരും. ഇന്നിപ്പം കർണാടക തുംകൂർ എന്ന് പറഞ്ഞ് അവിടെ DSS ഒരു സംഘടനകാർ ഇന്ന് അവിടെ DC മണി കൊടുത്തോണ്ട് എല്ലാം ഇവിടെ അയക്കുന്ന എല്ലാം കൊലയാവട്ടെ, ഭൂമി വിഷയമാവട്ടെ, എല്ലാം വിഷയം ചേർത്തിട്ട് SIT തണ്ടത്തിന് എൻക്വയറി ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം അവളെ തന്നെ അതേ തുംകൂർ പാവളെന്ന് അവളെ തന്നെ ഗൃഹ സച്ചിവനുള്ള പുള്ളി പറയുന്നത് സൗജന്യ കേസ് അത് വിരിയലെന്ന്. വേറെ ഒരു കേസും ഇല്ല. എന്താ ഓട്ടി കിട്ടിയത് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ഇവർക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്, എല്ലാം കൊടുക്കാൻ എന്താ ബുദ്ധിമുട്ട്? അന്നേരം പുള്ളി ഉണ്ടോ ഇതിനെ പാർട്ട്ണറാണ് ഇവരൊക്കെ, എന്തിനാ ഇവരെ പേടിക്കുന്നത്? മുഴുവൻ കേസുകളും അന്വേഷിക്കണം. അതായത് ഒരുപാട് ആളുകളെ കാണാതായതുകൊണ്ട് പോലീസിന്റെ വിവരാവകാശ പ്രകാരം നിങ്ങൾ തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാ കേസുകളും പുറത്തു വരണം, അല്ലേ? അത് എല്ലാം വരണം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഈ ധർമ്മസ്ഥല ഗ്രാമത്തെ പ്രശ്നമായിട്ട് കംപ്ലൈൻറ്റ് ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് SIT എടുത്ത് SIT തനിക്ക് ചെയ്യണം. അത് ഇന്നിപ്പം കണ്ടില്ല കേരളത്തിൽ പോയിരിക്കുന്നത്
ഇത് പരാതി കൊടുക്കാനായിട്ട്. ഇവിടെ പറ്റാത്തതും കൊണ്ടാ. അനീഷ് എന്ന് അതുപോലെ പറഞ്ഞ തന്നെ ഈ സൗജന്യത്തിലേക്ക് വന്നാൽ ആ. ഇപ്പോൾ സൗജന്യ ഒരു ദൈവിക പരിവേഷം എല്ലാവർക്കും ഇവിടെ ഒന്ന് ആളുകൾ പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തി. 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 ഞാൻ പറഞ്ഞില്ലേ, ഓരോ ആൾക്കാരുടെ അനുഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നാൽ എന്തായി, എങ്ങനെ ആയിക്കൊണ്ടവർ ആൾക്കാർ എത്ര വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് മുമ്പ് ഒരു ദിവസം ക്ഷേത്രമായിട്ട് തന്നെ വരും. ഇപ്പോൾ ഇത് രൂപം ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന മഹേഷ് തിമറോടിയാണ്. ആ പുള്ളി ഇത് എല്ലാവരും ആക്കി ഇങ്ങനെ പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ശക്തി 100 ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, അല്ല കുറഞ്ഞിട്ടില്ല. സൗജന്യം കുറച്ച് ദിവസം വേണമെങ്കിൽ അത് മെല്ലെ ഒതുക്കി വെക്കും, എന്നിട്ടൊരു തീയിലിൽ ഇടുന്നത് അതായിക്കൊണ്ട്. ആദ്യം 2 മാസം ബാക്ക് ഷമീറിൻ്റെ ഒരു വീഡിയോ വന്ന്, അതിനും ഇച്ചിരി സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഡൽഹിയിലെല്ലാം പോയി. യൂട്യൂബുകൾ ഇപ്പോഴും 400-500 കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുണ്ടല്ലേ? 350 മീഡിയയുടെ വേണ്ട ഇപ്പം ഇത് ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഒത്തിരി മീഡിയ ബ്ലോക്ക് ചെയ്ത്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് അതെല്ലാം മറികടന്ന് സത്യം പുറത്തു വരും. സത്യം വന്നുകൊണ്ടിരിക്കുവല്ലേ. ഇന്നലെ ട്വിറ്ററിനകത്ത് എന്തോ ഭയങ്കര ഇത് ചെയ്ത്, എത്ര 2.5 കോടി ആൾക്കാർ അതെന്തോ ചെയ്ത് ഷെയറൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും അതാണ് ജയന്ത് പറയുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇത് സൗജന്യയുടെ ഒരു ഫോട്ടോ ആണ്. അതുപോലെ തന്നെ ഇത് സൗജന്യയുടെ മൃതദേഹം സംസ്കരിച്ച സ്ഥലമാണ്. ഇത് വലിയ തോതിൽ എല്ലാ ദിവസവും ഇവിടെ പൂക്കളും അത്തരത്തിൽ ഒക്കെ അർപ്പിച്ച് എല്ലാ ദിവസവും ഇവിടെ ആളുകളും കൂടുതലായി വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം ഒരു വൃക്ഷ തൈ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് നട്ടാണ്, അത് ഇപ്പോൾ വളർന്ന് വലുതായിരിക്കുന്നു. എന്തായാലും ഇവിടെ ഒരു കൃത്യമായ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം എല്ലാ ഈ ധർമ്മസ്ഥലയിലും കുഴിച്ചു മൂടപ്പെട്ട അല്ലെങ്കിൽ ഈ അറിയാത്ത രഹസ്യങ്ങൾ അതൊക്കെ പുറത്തു വരാൻ നിമിത്തമായിരിക്കുന്നത് ഈ സൗജന്യയുടെ ഒരു കൊലപാതകം തന്നെയാണ്. ഈ കൊലപാതകത്തിലും ഇതുവരെ ഒരു സാക്ഷിയെയും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം സത്യം പുറത്തു വരേണ്ടതുണ്ട്. അത് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ധർമ്മസ്ഥലയിലെ സൗജന്യയുടെ വീട്ടിൽ നിന്നും KV ബൈജു, ന്യൂസ് 18. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിൽ മൃതദേഹം സംസ്കരിച്ച 13 ഇടങ്ങൾ അടയാളപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം നേത്രാവതി പുഴയോരത്തെ സ്നാനഘട്ടത്തോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിലാണ് മണ്ണ് കുഴിച്ചുള്ള പരിശോധന നടത്തുക. സ്നാനഘട്ടത്തിൽ നിന്ന് KV ബൈജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ബൈജു, ഗുഡ് മോർണിംഗ്. ഈ സൗജന്യ അടക്കം ആ മണ്ണിൽ പുതഞ്ഞ ആളുകൾക്ക് എല്ലാവർക്കും നീതി അത് കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഇനി അധിക നാൾ ആ മണ്ണിൽ പുതഞ്ഞ രഹസ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കേണ്ടി വരില്ല എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നേത്രാവതി പുഴയോരത്തെ ആ സ്നാനഘട്ടത്തിലാണ്. ഒരുപക്ഷെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും, മറ്റ് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്താത്തൊരു സമയമുണ്ടായിരുന്നു. അന്ന് ന്യൂസ് 18 സംഘത്തെ വെല്ലുവിളിച്ച ആ സ്ഥലമാണ്. ഇവിടെ എത്തിയാൽ ജീവനോടെ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞു. അന്ന് 1 മണിക്കൂറാണ് നമ്മൾ തത്സമയം സംരക്ഷണം ചെയ്തത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ആ സ്നാനഘട്ട, ഈ സ്നാനഘട്ടയിൽ നിന്നാണ് ഇത്തരത്തിൽ ന്യൂസ് 18 സംഘം ഇവരുടെ ഭീഷണി വകവയ്ക്കാതെ, അതായത് ഡി ഗ്യാങ്ങിന്റെ ഭീഷണി വകവയ്ക്കാതെ തത്സമയ സംരക്ഷണം 1 മണിക്കൂറോളം നമ്മൾ പ്രേക്ഷകർക്കായി എത്തിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടി കാണാനുണ്ട്. അതാണ് ഈ മാർക്ക്